ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായി സുഖമായിരിക്കണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ കൂടിയല്ല, എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ഗോപിക എന്നാണ് പേര്. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയുണ്ടാവും ഞങ്ങൾ ട്വിൻസാണ് എന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് സർപ്രൈസാണ്. അവളുടെ ഉള്ളിൽ ഞാൻ ഇരിച്ചിരിക്കുകയാണ് കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് മേടിച്ചു കൊടുക്കാത്ത സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് അവളുടെ ഒരു ഇമാജിനറി വേൾഡിൽ ഞാൻ എന്താ പറയുക, അവളുടെ ഒരു ഇമാജിനറി വേൾഡിൽ ഒരു ആർട്ട് വരച്ചതാണ് കേട്ടോ. ഇതാണ് സംഭവം. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവൾക്ക് പിന്നെ അത് കൊടുക്കുന്ന സമയത്ത് കാണിക്കാം. ഇതാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇത് കാണാണ്ടോന്നറിയില്ല. ഇതാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. ഇതെന്താ വെച്ചാൽ സെൽഫി രൂപത്തിലാണ് എടുക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കാണുന്നത് അല്ലേ. ഇതിൻ്റെ പേര് വന്നിട്ട് മാധുരി എന്നാണ് പേര്. അതേപോലെ വൃന്ദാവനം. ഇതെന്താ വെച്ചാൽ അവളുടെ ഇമാജിനറി വേൾഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ള പേര് മാധുരി എന്നാണ്. പിന്നെ അതുണ്ടല്ലോ അല്ലേ, ഒതുക്കി വെച്ചിക്കുക. വൃന്ദാവനം അവൾക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണ്, എപ്പോഴും അവൾ പറയാറുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഇമാജിനറി വേൾഡിൽ ഉണ്ടാക്കി വെച്ച് ഈ ഒരു ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്ന് പറയുക. അതുപോലെ ഇതൊക്കെ ഡൂഡിൽ മണ്ടൽ ആർട്ടാണ്. ഇനിയിപ്പോൾ പറയുന്നതൊന്നും കേൾക്കില്ല. ഇനി നമുക്ക് അവളെ വിളിക്കാം. ഗോപു എന്താ ഇങ്ങോട്ട് വരും, കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഫോക്കസാ ഈ കാലം അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും എടുക്കാം. നിൽക്ക. അയ്യോ പോസ്റ്റ് ചെയ്യല്ലേ. എന്താ? ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് തരാൻ വിചാരിച്ചിരിക്കുകയാണ്. ഗിഫ്റ്റാ? അയ്യോ, എൻ്റെ ഗിഫ്റ്റ് ഒന്നും ഇല്ലാട്ടാ. അത് സാറില്ല, അതൊരു സന്തോഷമല്ലേ. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക്, നോക്കട്ടെ. പക്ഷേ തുറക്കാൻ പറ്റേ. ഇതാണ് ഗിഫ്റ്റ്. എന്തത്? പക്ഷേ തുറക്കാൻ വരട്ടെ. ആദ്യം എൻ്റെ ഒരു ഇമാജിനറി വേൾഡാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇമാജിനറി വേൾഡാ? നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗസ് ചെയ്യും. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വരച്ച ആളല്ലേ ഞാൻ. ഇമാജിനറി വേൾഡ്, എൻ്റെ ഇമാജിനറി വേൾഡ്. ക്ലൂ പറയുകയാണെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. അത് റീസെൻ്റ്ലി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. അതെ അതെ, അതൊക്കെ അത് സെറ്റായി. പിന്നെ നിനക്ക് പോവാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. നീ എപ്പോഴും ബാംഗ്ലൂരല്ല, ബാംഗ്ലൂർ നമ്മൾ പഠിക്കാനും ജോലിക്ക് പോകാനൊക്കെ അല്ലേ. അല്ലാതെ തന്നെ നീ കുറേ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അല്ലേ ഇത്ര ക്ലൂ ഒക്കെ തന്നാൽ പിന്നെ ഇഷ്ടായോ? പിന്നല്ലാണ്ട് നമ്മൾ ഈ സെൽഫി എടുക്കണ കാരണേ ഇത് നേരെ തിരിച്ചാണ് കാണുന്നത്. ബാക്ക് ക്യാമറയിൽ പറ്റുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, തീരെ എക്സ്പെക്ട് ചെയ്തില്ല. അത് ഇതാണ് നിൻ്റെ ഇമാജിനറി വേൾഡ് ഞാൻ ഉണ്ടാക്കിയിട്ട്. താങ്ക് യു. ആള് വയറുവേദന ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ വയറുവേദന ഇല്ല, ഒന്നുമില്ല.
സോപ്പിയൊക്കെ പോലെ നന്നാക്കി വെച്ചേക്കണ്. ഇത് ഞാൻ 2 ആഴ്ച എടുത്ത് വരയ്ക്കാനായിട്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ എനിക്ക് ഞാൻ മിക്കത് പറഞ്ഞാളുടെ തലേ ദിവസം കൊടുക്കലാണ് എപ്പോഴും പണി ഉണ്ടാവുക. പക്ഷെ ഇത് ഞാൻ ക്ഷമിച്ച് ഇന്ന് തന്നെ കൊടുത്തു. ഇന്നാണ് ഞങ്ങളുടെ പറഞ്ഞാൾ. ഫോട്ടോസ് എടുക്കണ്ടേ? പിന്നെ ആള് നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. ഒരു പാട്ട് പാടുമോ? ഒരു നല്ല പാട്ട് പാടും. എനിക്കിഷ്ടമല്ല പാട്ട് പാടും. പെട്ടെന്ന് പറയുമ്പോ നല്ല അറിയണ നല്ല പാട്ട് പാടും. ഒക്കെ നശിപ്പിച്ചിടൂ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടായിട്ട്. ഏത് പാട്? വേഗം പാടും. ഇപ്പം മഴ പെയ്യും. നല്ല മഴക്കാറുണ്ട്. ശ്യാമവാനിലേത് പഠിക്കും. ശ്യാമവാനിലേത് വേണ്ട. അത് നല്ല പാട്ടാണ്. വേഗം പഠിക്കും. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വരും. ഇപ്പോൾ ശ്യാമവാനിലേത് നന്നായിട്ട് പാടുമല്ലോ. അത് ഞാൻ പാല് പഠിക്കാനാ മടുത്തത്. അത് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കേട്ടിട്ടില്ലല്ലോ. വേഗം പാടും. ഇപ്പം മഴ പെയ്യും മോളെ. എനിക്ക് ആ പട്ട ഏകദേശം സ്വർണ്ണമല്ലിപ്പൂ കൊഴിഞ്ഞുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുറന്നുവോ, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടുപൊതി തീർന്നോ ഗജരാജമേഘജാലം, ശ്യാമവാനിലേതോ കണി കൊന്ന പൂത്തുവോ, സ്വർണ്ണമല്ലി പൂത്തീർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുറന്നുവോ. അപ്പോൾ അയാളങ്ങ് പോയി ഗൈസ്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി, എനിക്കും സന്തോഷമായി. ഇനി പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അമ്മ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകണം, മമ്മിയൂർ അമ്പലത്തിൽ പോകണം. അത് കഴിഞ്ഞ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പോയിട്ട് വരാം കേട്ടോ. പപ്പടം, തൈര്, ചിപ്സ്, ഇഷ്ടു, തക്കാളിപ്പെരുക്ക്, എലിശ്ശേരി, അവിയൽ, സാമ്പാർ, ചോറ്. പിന്നെ ഉപ്പ്. പായസമല്ല, തൈരാണ്. അതുകൊണ്ടല്ലേ എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. തറവാട്ട് അമ്പലത്തേക്ക് പോകാനായിട്ടോ. അത് കഴിഞ്ഞിട്ട് പോണേ ഗുരുവായൂർ അമ്പലത്തേക്കും പിന്നെ മമ്മിയുടെ അമ്പലത്തേക്കും തൊഴാനായിട്ട് പോവാണ്. ഗൂഗിളിൻ്റെ ഡ്രസ്സ് കാണിച്ചാൽ കേട്ടോ. പോകോ തവണിട്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ തറവാട്ട് അമ്പലം കേട്ടോ. അവിടെ തൊഴാൻ പോകുന്നതാണ് ചിറ്റാലക്കൽ ഭഗവതി ക്ഷേത്രം. അമ്മയുടെ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി തൊഴുതിട്ട് കാണാം കേട്ടോ. സർപ്രൈസ് എന്നൊക്കെ എന്തായാലും കറക്റ്റാണോ?
ഇല്ല, പിടിച്ചില്ല. പിന്നെന്താ പഠിക്കല്ല ചരിച്ചു ഗൈസ്. ഞാൻ ആ സാധനം പറയാം, പക്ഷെ ആ കട അടച്ചുണ്ടാകുമെന്നൊക്കെ നമുക്കറിയാം. കാര്യം അടച്ചുണ്ടാവില്ല. എത്ര മണിക്ക്? കൊറേ നടക്കണ്ട. ആ കട വലിയ പോകുന്നുണ്ട്. നന്നായി അടിപൊളി. എങ്ങോട്ടോ എന്താണ് റെസ്റ്റോറൻ്റ് അല്ലേ? എന്താണ് രണ്ടാളും കൂടി എന്തോ രഹസ്യം പറഞ്ഞുകൊണ്ട് പോവുക. എനിക്ക് മനസ്സിലായി ഗായ്സ്, ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു. മനസ്സിലായി എങ്ങോട്ട് പോകണമെന്ന്. മനസ്സിലായി എന്നല്ല, ഒരു 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 എന്താ പറയുക, ഒരു ഗസ്സും ആരും തന്നില്ല കേട്ടോ. അമ്മയും തന്നില്ല, ഗോപും തന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് പോണത് ഫിഷ് വാങ്ങാനാണ് പോകുന്നുണ്ട്. മോളി ഫിഷൊക്കെ ഞാൻ നല്ലോണം വളർത്തിയിട്ട് മോളി ഫിഷ് ഫ്രൈസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അതൊക്കെ എന്താ പറയുക ചത്തുപോയിട്ടോ. പിന്നെ നല്ല വിഷമമായിരുന്നു. പിന്നീട് പിന്നെ ഈ നമ്മൾ വാങ്ങിച്ചിട്ട് അവരിങ്ങനെ ചാവുമ്പോൾ കാണാൻ വിഷമം. അപ്പോൾ പിന്നെ വാങ്ങണ്ടാവും ചോദിച്ചു. അപ്പോൾ അതാണ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഗോവും കൂടി തന്ന സർപ്രൈസ് എനിക്ക് മനസ്സിലായിട്ടോ. ഹായ് ഹായ്. അയ്യോ ഞാൻ പേടിച്ചു. എന്താണ് പൂച്ചക്കുട്ടിയാ? ഗസ്സില്ലാണ്ട് ഞാൻ കണ്ടുപിടിച്ചു. ആ അതെത്രയാ? അതിനെത്രയാ? അത് വാട്ടർ വരുന്നതാ? അല്ല വെള്ളം ഇതാവുന്നതാ? ഇലക്ട്രിക്കൽ ഇതാണെങ്കിലോ? ചേട്ടാ പുറത്ത് നിൽക്കുന്നുണ്ട്. അമ്മയും കോപ്പം കൂടിയിട്ട് കിളീനെ നോക്കുകയാണ്. അച്ഛന് മീനിനെ വലിയ താല്പര്യമില്ല കേട്ടോ. ഇതിൽ ജെൻഡറൊക്കെ നോക്കിയിരിക്കണം. ജെൻഡർ നോക്കണം അതിൽ. നോക്കിയിട്ട് 3 കളറായിട്ടുണ്ട്. വീട് മാറിപ്പോവാ. ഒരു മിനിറ്റ് കേട്ടോ. പെണക്കത്തില്ല കിളി വാങ്ങിച്ചു കൊടുത്തിട്ട് വന്നിട്ട്. പിന്നെ ഞങ്ങൾ ഗുരുവായൂർ പോവാം കേട്ടോ. ഗുരുവായൂർ ചെയ്തിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ഇത് ഞാനൊരു കളിയൊക്കെ
എനിക്കിതാണ് അച്ഛനും അമ്മയും ഗോപൊക്കെ കൂടിയിട്ട് സർപ്രൈസ് തന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വരെ ഡ്രസ്സൊക്കെ ആവും. പക്ഷേ ഇത് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആദ്യം കാഫഡിക്റ്റാണ് വിചാരിച്ചു, പിന്നെ ജ്യൂസിയാണെന്ന് വിചാരിച്ചു മമ്മിയോടുള്ളത്. പിന്നെ കട മാറിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഫിക്സായി. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുപാട് സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. റെഡ് അക്കൗണ്ട് ഉണ്ട്, അതും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.